Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Can you say the voice of care now? It's on care now. എന്തെങ്കിലൊക്കെ ഡൗട്ടുകളുണ്ടോ? നമ്മള് എന്താണ് അത്യാവശ്യം അല്ലെ എക്സിക്യൂട്ടീവിന്റെ വരെ റെസ്പോൺസിബിലിറ്റി ആണ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് അല്ലെ അത് കംപ്ലീറ്റഡ് ആയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ. ഓക്കെ, പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പേഷ്യന്റ് ആയിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. സോ അദ്ദേഹത്തിന് വിവിധ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. എ പേഷ്യന്റ് കൗൺസിലർ, ഓൾസോ നോൺ ആസ് എ പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓർ പേഷ്യന്റ് ലിയാസൺ, is a healthcare professional who works mainly with the patients and their families to extend emotional support, education and advocacy. ഓക്കെ, അപ്പൊ അവിടെ തീർച്ചയായിട്ടും പേഷ്യന്റിനായിട്ട് നേരിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ വിവിധ അവർക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം പേഷ്യൻസിന് എന്തെങ്കിലും ആവശ്യകതകൾ ഉണ്ടായിരുന്നു ചിലപ്പോ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അണ്ടറിലായിട്ടായിരിക്കും പേഷ്യൻസ് വരുന്നത് അപ്പൊ അവര് പലതരത്തിലുള്ള ഉത്കണ്ഠാകുലരായിരിക്കും. സോ വൈകാരികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അവർ ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു സപ്പോർട്ടീവായിട്ട് കൗൺസിലർ വർദ്ധിക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ചിലപ്പോ ആണെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും രീതി എവിടെന്നെങ്കിലൊക്കെ നമുക്ക് വലിയ ഫിനാൻഷ്യലി സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ എവിടെന്നെങ്കിലും നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് എന്തെങ്കിലുമൊക്കെ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എമൗണ്ട്സുകളൊക്കെ പ്രദാനം ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യന്റ് കൗൺസിലറിന്റെ വിവിധ പേരുകളിൽ നമുക്ക് അറിയപ്പെടാനായിട്ട് സാധിക്കും. പേഷ്യന്റ് അഡ്വക്കേറ്റ്, പേഷ്യന്റ് ലിയാസൺ, ഓക്കെ, വിവിധ പേരുകളിൽ ആ പേഷ്യന്റ് കൗൺസിലറിനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. സോ അദ്ദേഹത്തിന്റെ ആ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ who works mainly with the patients and their families to extend emotional support, education and advocacy. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവരെ വൈകാരികമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റുമായിട്ട് അവർക്ക് ചിലപ്പോ പേഷ്യൻസിന് നല്ല അവയർനെസ് ഉണ്ടാവണമെന്നില്ല. അപ്പോ എന്താണ് എന്തെങ്കിലും സൊല്യൂഷൻ മറ്റൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പറേഷനൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ്ലി അവർക്ക് അത് ഉൾക്കൊള്ളാനൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനത്തെ മറ്റൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. നേരത്തെ പറഞ്ഞ മാതിരി അഡ്വക്കേറ്റ് ആയിട്ട് ഒരു അഡ്വക്കസി എന്ന് പറയാനായിട്ട് കാരണം നീതിപൂർവമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ വകുപ്പുകളിൽ നിന്ന് ന്യായമായിട്ടുള്ള അർഹതപ്പെടുന്ന കാര്യങ്ങളൊക്കെ ലഭ്യമാകേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടും അദ്ദേഹം മുതിർന്ന വ്യക്തിത്വമാണ് പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത്. The job description of a patient counselor normally includes the following responsibilities. Okay, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. ഓക്കെ, നമ്മള് ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ മാതിരി തന്നെ ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ടിനെ കുറിച്ചിട്ടാണ് അതിന്റെ പോയിന്റ് വിവരിക്കുന്നത്. The patient counselor is accountable for providing emotional support to patients and their families, hearing their concern and helping them deal with their diagnosis or illness. ഓക്കെ, നമുക്കറിയാം ഒരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തി അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ചിലപ്പോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ഒക്കെ ആ ദയനീയ അവസ്ഥയൊക്കെ അവർക്ക് ഉൾക്കൊള്ളാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം തന്നെ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനായിട്ടും അവിടെ പേഷ്യൻസ് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ഒക്കെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഹിയറിംഗ് ദ കൺസേൺ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനായിട്ടും ഹെൽപ്പിംഗ് ദം ഡീൽ വിത്ത് ദെയർ ഡയഗ്നോസിസ് ഓർ ഇൽനെസ്. ഓക്കെ, രോഗനിർണയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻ കേസ്
ചിലപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള പേഷ്യൻസ് തന്നെ ജസ്റ്റും അല്ലെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്, അതൊക്കെ മാറിക്കോളും അല്ലെ. ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് പേഷ്യന്റ് ആയിട്ട് അല്ലെ പുലർത്തി കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വമാണ് ആരുടേത്? ആരുടെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്? ആരുടെ കാര്യമാണ്? പേഷ്യന്റ് കൗൺസിലർ അല്ലെ. അപ്പൊ പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള പേരുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. അദ്ദേഹത്തിന്റെ വ്യത്യസ്ത രീതിയിൽ അറിയപ്പെടാം. പേഷ്യന്റ് ലേസൺ അല്ലെങ്കിൽ പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടാവുന്നതാണ്. ഫസ്റ്റ് പോയിന്റ് തന്നെ ഇമോഷണൽ സപ്പോർട്ട് നൽകുന്ന ഒരു വ്യക്തിത്വമാണെന്ന് പറയുന്നു. സെക്കൻഡ് വൺ, എഡ്യൂക്കേറ്റിംഗ് പേഷ്യന്റ് ആൻഡ് ഫാമിലീസ്. Okay, the patient counselor is accountable for educating patients and their families about their diagnosis, treatment of options, and other sides of their care. Okay, അവിടെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു രോഗനിർണയം അല്ലെ, ഒരു രോഗനിർണയം അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോ അല്ലെ ഒരു ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അത് ഡയറക്റ്റ്ലി അവർക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ചിലപ്പോ നമ്മൾ ഒരു പ്രശ്നമില്ലാത്ത രോഗികളായിട്ടായിരിക്കും വരുന്നത്. എന്തെങ്കിലുമൊക്കെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുമ്പോഴേ അല്ലെ രോഗനിർണയ കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴായിരിക്കും പോസിറ്റീവ് റിസൾട്ടുകൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലെ ആ ഒരു ഇതിനെ ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതിലൊക്കെ എന്തൊക്കെയായിരിക്കും ഓപ്ഷനുകൾ ഉള്ളത്, എങ്ങനെയായിരിക്കും ഈ അസുഖങ്ങളൊക്കെ ഓവർകം ചെയ്ത് പോകാനായിട്ട് സാധിക്കുക, ഓക്കെ, അതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണകളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് പേഷ്യന്റ് കൗൺസിലർ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എഡ്യൂക്കേഷൻ നൽകുന്ന ഒരു വ്യക്തിത്വമാണെന്ന് വിശേഷിപ്പിക്കുന്നത്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ശുശ്രൂഷ കാര്യങ്ങൾ അല്ലെ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നോ എവിടേക്ക് ആ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ നടപ്പാക്കുന്ന പ്ലേസുകൾ എന്തൊക്കെയാണെന്നോ അല്ലെങ്കിൽ ഇന്ന ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഇന്ന സേവനങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാകുന്നു, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പേഷ്യൻസിന് ലഭ്യമാക്കി കൊടുക്കുന്നത് പേഷ്യന്റ് അതായത് അഡ്വക്കേറ്റ് കൗൺസിലർ ആണ്, പേഷ്യന്റ് കൗൺസിലർ ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. അതായത് ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ 3 പോയിന്റ്സുകളാണ് ഇവിടെ വിവരിക്കുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ് അല്ലെ. പേഷ്യൻസ് കൗൺസിലർ ഇസ് അക്കൗണ്ടബിൾ ഫോർ അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ് and their families, helping them navigate the healthcare system and making sure that their needs are met. Okay, പലതരത്തിലുള്ള ആവശ്യങ്ങൾ അല്ലെ, പ്രത്യേകിച്ച് നമുക്കറിയാം ഫിനാൻസുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ, ചിലപ്പോ ഇൻഷുറൻസ് ക്ലെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഡക്ഷൻ അല്ലെ, നമുക്കറിയാം ഏജ് അല്ലെ ഒരു ഇത്രയും ഏജ് ഒക്കെ കഴിഞ്ഞ പേഴ്സൺസ് ഒക്കെയാണ്, സീനിയർ സിറ്റിസൺസ് ഒക്കെ ആണെങ്കിൽ ചില ഡിഡക്ഷൻസ് ഒക്കെ അമൗണ്ടുകളൊക്കെ അവർക്ക് ലഭ്യമാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും അവയർനെസ് ഇല്ല എങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇൻ കേസ് നമുക്കറിയാം എന്തെങ്കിലും ലീഗൽ ഇഷ്യൂ ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അല്ലെ ഇതിന്റെ ഫോമാറ്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫോമുകളൊക്കെ ഫില്ലപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ കേസ് നടപടികൾ ചിലപ്പോൾ അനുകൂലമായിട്ടുള്ള നടപടിക്രമങ്ങളായിരിക്കാം അല്ലെ. അപ്പൊ അവിടെ എന്തൊക്കെ രീതിയിലാണ് ഇത്തരത്തിലുള്ള കേസുകൾക്കൊക്കെ കൈകാര്യം ചെയ്ത് പോകണമെങ്കിൽ കേസ് ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച കൊണ്ടല്ല, അതുകൊണ്ട് തന്നെ എന്തൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഈ പേഷ്യന്റിനെ ഹെൽപ്ഫുൾ ആവുന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക. അതിന്റെ ലീഗൽ പർപ്പസ് ഒക്കെ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് പേഷ്യന്റ് കൗൺസിലറുടേത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. Okay, the patient counselor is accountable for advocating for patients and their families. അവരെ മാത്രമല്ല പേഷ്യൻസിന് മറ്റുള്ളവരല്ല ആ ഫാമിലീസിനെയും കൂടി മനസ്സിലാക്കി കൊടുക്കുന്നു അല്ലെ. helping them navigate the healthcare system and making sure that their needs are met. Okay, അവിടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് ആ ഡയറക്ഷൻ നയിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കണമെന്നും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ അല്ലെ മീറ്റ് ചെയ്യാനായിട്ട് ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നത് പേഷ്യന്റ് കൗൺസിലർ ആണ്. ഓക്കെ അല്ലേ? 3 പോയിന്റും ഓക്കെ അല്ലേ? ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രൊവൈഡിങ് റിസോഴ്സസ്. എന്താണ് പ്രൊവൈഡിങ് റിസോഴ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ പ്രൊവൈഡിങ് പേഷ്യൻസ് and their families with the resource and information about the support groups, financial assistance and other service that may be available to them. Okay, അതായത് നമ്മളൊരു പേഷ്യന്റ് കൗൺസിലർ അല്ലെ, അവര് തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം
ലഭ്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് ലഭ്യമാകുമെന്ന് പറയുന്നത് അല്ലെ. നമ്മളിപ്പോ ലീഗൽ വർക്കുകൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞ മാതിരി തന്നെ അല്ലെ, അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും അല്ലെ അഡ്വക്കേഷൻ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ലീഗൽ പർപ്പസ് ഒക്കെ അല്ലെ, അത് നിയമവശത്തിന്റെ കൂടെ കൈകാര്യം ചെയ്യേണ്ട പർപ്പസ് അല്ലേ. അപ്പൊ അത് ഫിനാൻഷ്യലി ആണ് എങ്കിലും നിയമവശത്തിലൂടെ ഇന്ന പർപ്പസുകളൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ അല്ലെ, അത് അത്തരത്തിലുള്ള നടപടികളാണ് അഡ്വക്കേറ്റിംഗ് പേഷ്യൻസ് എന്ന നിലയിൽ അവിടെ പ്രതിപാദിക്കുന്നതെങ്കിൽ ഇവിടെ പ്രൊവൈഡിംഗ് റിസോഴ്സസ് എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലെ. നമ്മള് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അത് കൂടി അല്ലെ നമ്മൾ ആ ഇൻഫോർമേഷൻ അതും കൂടെ ലഭ്യമാക്കി കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അത്യാവശ്യം ബേർഡൻ ആയിട്ടുള്ള ആ ഒരു ഫിനാൻഷ്യൽ റിസ്ക് അത് കരിയർ അല്ലെ ഒന്ന് ഡിഡക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അതുകൊണ്ട് ഹെൽപ്ഫുൾ ആവും. സോ അത് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ്, ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്നുള്ള പറയുമ്പോൾ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള ഏത് തരത്തിലുള്ള പ്രോബ്ലംസ് വരികയാണെങ്കിലും അവിടെ എന്താണ് പേഷ്യന്റ് കൗൺസിലറുടെ സാന്നിധ്യത്തിൽ എന്തൊക്കെയാണ് ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എമൗണ്ട്, എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഇതുകൾ അല്ലെ. നമ്മളിപ്പോ കേരളത്തിൽ ഒരു ഇൻപേഷ്യന്റ് എന്ന നിലയിൽ ചില ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന പാക്കേജുകളുണ്ട്. ഒരു ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ ചില പാക്കേജുകൾ അതിന്റെ അനുകൂലങ്ങൾ ലഭ്യമാവാൻ സാധ്യതയില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങളുള്ളത് ഉണ്ടാവില്ലേ. അതായത് അഡ്മിറ്റഡ് പേഷ്യൻസിന് മാത്രം ഇൻഷുറൻസ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും പേഷ്യൻസിന് അതിനെ കുറിച്ചിട്ടല്ല വലിയ വിവരങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ. അതേമാതിരി തന്നെ നമുക്കറിയാം ചിലപ്പോ റീഇംബേഴ്സ്മെന്റ്, അതായത് ബില്ലുകൾ മാത്രം കേസ് നമുക്ക് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ബില്ലുകൾ വെച്ചുകൊണ്ട് തന്നെ അപ്പൊ നമുക്കറിയാം ഇന്നില്ല സൈനുകളൊക്കെ ചിലപ്പോൾ അതിന്റെ മുമ്പേൽ വേണ്ടി വരും അല്ലെ, ഡോക്ടേഴ്സിന്റെ സൈനൊക്കെ വേണ്ടി വരും. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതും ആരാണ്, ഈ പേഷ്യന്റ് കൗൺസിലർ ആണ്. The patient counselor is accountable for providing patient and their families with the resources and information about support groups, financial assistance and other services that may be available to them. Okay, അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള ഇത്തരത്തിലുള്ള സർവീസുകൾ ലഭ്യമാക്കി കൊടുക്കാൻ സാധിക്കുമോ അതെല്ലാം പേഷ്യന്റ് കൗൺസിലർ ആണ് ലഭ്യമാക്കി കൊടുക്കുന്നത്. Okay. Then fifth point നോക്കുകയാണെങ്കിൽ കോർഡിനേറ്റിംഗ് കെയർ. എന്താണ് കോർഡിനേറ്റിംഗ് കെയർ എന്ന് പറയുന്നത്? ഏകോപിപ്പിച്ച് കൊണ്ടുവരിക അല്ലെ. The patient counselor is accountable for organizing care between healthcare providers and ensuring that patients receives the essential service and treatments. Okay. അവിടെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട അല്ലെ എസെൻഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ നല്ല മതിയായ സേവനങ്ങൾ അല്ലെങ്കിൽ മതിയായ ട്രീറ്റ്മെന്റുകൾ എല്ലാം തന്നെ പേഷ്യന്റിനെ ലഭ്യമാക്കി കൊടുക്കുന്നത് പേഷ്യന്റ് കൗൺസിലർ ആണെന്ന് പറയുന്നത്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും അല്ലെ ചിലപ്പോ പലതരത്തിലുള്ള സേവനങ്ങൾ അവിടെ നിന്നൊക്കെ ലഭ്യമാക്കി കൊടുക്കേണ്ടതുണ്ടാവും. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് എൻഷുറിംഗ് ദാറ്റ് പേഷ്യൻസ് റിസീവ് ദ എസെൻഷ്യൽ സർവീസ്. എല്ലാ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ നഴ്സുമാരുടെ സേവനങ്ങൾ ഉണ്ടാവാം, ടെക്നീഷ്യന്മാരുടെ സേവനങ്ങൾ ഉണ്ടാവാം, ഡോക്ടേഴ്സിന്റെ സേവനം ഉണ്ടാവാം. അപ്പൊ ആരുടെയൊക്കെ സേവനമാണ് ആ പേഷ്യന്റ് അർഹിക്കുന്നത് അതെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്തു അല്ലെ. നമ്മളിപ്പോ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ ചിലപ്പോൾ വേണമെങ്കിൽ അല്ലെ അതിന് ടെസ്റ്റിന് വിധേയമാക്കാൻ പറയും. ചിലപ്പോ അല്ലെ അത് ടൈമിനുള്ളിൽ ആ ടെസ്റ്റിന്റെ റിസൾട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരികെ ഡോക്ടറിനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് നമുക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ പ്രോംപ്റ്റ്ലി ഇതെല്ലാം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ചിലപ്പോ പേഷ്യന്റ് കൗൺസിലറിന്റെ ഹെൽപ്പും കൂടി വേണ്ടി വരും അല്ലെ. നമുക്കറിയാം ഓക്കെ ഇന്ന പേഷ്യൻസ് ഇപ്പോ അവിടെ നിന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഡോക്ടർ ഉണ്ടോ എന്ന് അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ടുള്ള അല്ലെ. അത് തീർച്ചയായിട്ടും അതിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പേഷ്യന്റ് കൗൺസിലറിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും. അതനുസരിച്ചിട്ടുള്ള സൗകര്യക്രമങ്ങളെല്ലാം തന്നെ പേഷ്യന്റ് കൗൺസിലർ ചെയ്തു കൊടുക്കും. സോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഏകോപിച്ചു കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ.
ഓക്കെ, ഇപ്പൊ കോർഡിനേറ്റിംഗ് കെയർ നമ്മൾ കണ്ടു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ് അല്ലെ. ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ് എന്ന് പറയാൻ കാരണം എന്താണ്, നമ്മുടെ കാര്യങ്ങൾ അല്ലെ ഇച്ചിരി കൂടിയും എന്തെങ്കിലും ഇച്ചിരി കൂടി നോളജ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത്, അതായത് പേഷ്യൻസിന് ഇച്ചിരി കൂടി അറിവുകൾ പ്രദാനം ചെയ്ത് കൊടുക്കാനായിട്ട് അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ആ പേഷ്യന്റ് കൗൺസിലർ ചെയ്ത് കൊടുക്കുമെന്നുള്ളതാണ്. Patients counselor is accountable for developing care plans for patients, which include identifying their requirements and goals and working with the healthcare providers to make sure that these needs are met. Okay. അതായത് അവർക്ക് അല്ലെ ആ പേഷ്യന്റിന് ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി ഹെൽത്ത് പ്രൊവൈഡേഴ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അല്ലെ അറിവ് ലഭിക്കേണ്ടതുണ്ടാവാം. കുറച്ചും കൂടി അല്ലെ ചിലപ്പോൾ വേണമെങ്കിൽ മെഡിസിൻസ് നമുക്ക് കേസ് പേഷ്യന്റ് പോകുന്ന മാത്രയിൽ ചിലപ്പോൾ വേണമെങ്കിൽ പേഷ്യൻസിന് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവാം. എങ്കിൽ കൂടി അവർക്ക് മനസ്സിലായി കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ വ്യക്തമായിട്ടുള്ള ധാരണ അത് ലഭ്യമാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് അത്തരത്തിലുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ആ സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ടും പേഷ്യന്റ് കൗൺസിലറാണ് അല്ലെ അത് അവരെ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. which includes identifying their requirements, അവരുടെ ആവശ്യകതകൾ എന്താണെന്ന് അല്ലെങ്കിൽ അവരെ ലക്ഷ്യം എന്തല്ലേ, അവരെന്താണ് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, ആ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത്, ആ ലക്ഷ്യങ്ങളെല്ലാം നിറവേറ്റി പോകാനായിട്ട് ഉള്ള അല്ലെ അതിനുള്ള നോളജ്, മതിയായ നോളജ്. ചിലപ്പോൾ വേണമെങ്കിൽ പേഷ്യന്റ് ഡോക്ടറിനെ കാണാൻ വേണ്ടി മാത്രമായിരിക്കില്ല, എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ടോ അല്ലെ ഒരു ഓപ്പറേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബേർഡിനെ കുറിച്ചിട്ടോ അങ്ങനെയുള്ള കുറെ നോളജ് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം വരുന്നത്. ഓക്കെ, ഇൻ കേസ് അത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അത്തരത്തിലുള്ള നോളജ് എല്ലാം എന്താണ് പേഷ്യന്റ് കൗൺസിലർ അവർക്ക് നൽകുന്നു. ആൻഡ് വർക്കിംഗ് വിത്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ടു മേക്ക് ഷുവർ ദാറ്റ് ദീസ് നീഡ്സ് ആർ മീറ്റ്. ഓക്കെ, അതായത് അവർക്ക് ആവശ്യമായിട്ട് അദ്ദേഹം എന്തൊക്കെയാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ ആവശ്യങ്ങളെല്ലാം അല്ലെ അതെല്ലാം തന്നെ അവരെ കറക്റ്റ് ആയിട്ട് അല്ലെ സ്വീകരിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റി കൊടുക്കാനായിട്ട് പേഷ്യന്റ് കൗൺസിലർ പ്രതിജ്ഞാബദ്ധരാണ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. മോണിറ്ററിംഗ് പ്രോഗ്രസ്. ഓക്കെ അല്ലേ? ഏതെങ്കിലും പോയിന്റ്സിലുള്ള ഡൗട്ട് ഉണ്ടോ? തിരിച്ചൊന്നുമില്ല. ഓക്കെയാണ്. മോണിറ്ററിംഗ് പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ നമ്മള് പുരോഗതി അത് മോണിറ്റർ ചെയ്യുക അല്ലെ. പേഷ്യന്റ് കൗൺസിലർ is accountable for monitoring patients' progress, evaluating their needs and making adjustments to their care plan as necessary. Okay, monitoring progress എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പുരോഗതി അല്ലെ, ഒരു പേഷ്യൻസിന് അവര് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത് കണ്ടറിഞ്ഞ് പറയാം അല്ലെ മനസ്സിലാക്കി കൊടുക്കണം. evaluating their needs എന്ന് വെച്ചാൽ അവരുടെ ആവശ്യകതകൾ എന്താണോ അത് മനസ്സിലാക്കി അല്ലെ. ചിലപ്പോൾ വേണമെങ്കിൽ നമ്മള് ഡോക്ടറിനെ കുറിച്ചിട്ട് മാത്രമല്ല അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ അവിടെയുള്ള ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു അവയർനെസ് ആയിരിക്കും ആഗ്രഹിക്കുന്നതെങ്കിൽ അവരുടെ ആവശ്യം എന്താണെന്ന് വിലയിരുത്തിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് അല്ലെ. അതാണ് അവരെ വിലയിരുത്തി ആവശ്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് മോണിറ്ററിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ് ടു ദിയർ കെയർ പ്ലാൻ ആസ് നെസസറി. ഇൻ കേസ് ചിലപ്പോ ചിലവർക്കൊക്കെ എന്തൊക്കെ നല്ല അസൗകര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെയാണ് ചികിത്സയ്ക്ക് വരുന്നതെങ്കിൽ അവർക്ക് ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും പേഷ്യന്റ് കൗൺസിലറിന്റെ നേതൃത്വത്തിലായിരിക്കും അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഹോസ്പിറ്റലുകാരൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തില് അവരുടെ പ്രോഗ്രസ് അല്ലെ അവരുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞിട്ട് അതിന് അനുസൃതമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം കൂടി പേഷ്യന്റ് കൗൺസിലറിൽ ശക്തമായതാണ്. അപ്പോ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്, അതായത് പേഷ്യൻസിന് ഇമോഷണൽ ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക. എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് അവർക്ക് വിവരങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ് ലീഗലായിട്ടുള്ള നടപടികളെല്ലാം അത് മനസ്സിലാക്കി കൊടുക്കുക. പ്രൊവൈഡിങ് റിസോഴ്സസ് അല്ലെ നമ്മുടെ ഫണ്ട് എന്നുള്ള റിസോഴ്സസുകളൊക്കെ നല്ല മിതമായ രീതിയിലൊക്കെ വിനിയോഗിക്കാനുള്ള അവസരങ്ങൾ പറഞ്ഞു കൊടുക്കുക. കോർഡിനേറ്റിംഗ് കെയർ അല്ലെ ശുശ്രൂഷ കാര്യങ്ങളിലെല്ലാം ഏകോപിച്ച് മുന്നേറാനായിട്ട് അവരെ സഹായിക്കുക. ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ് നമുക്കറിയാം അവരുടെ റിക്വയർമെന്റ്സിന് അനുസരിച്ചിട്ടുള്ള അല്ലെ നോളജുകളെല്ലാം തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ദെൻ മോണിറ്ററിംഗ് പ്രോഗ്രസ് അവരുടെ ആവശ്യം എന്താണോ അല്ലെ അവരുടെ നീഡ്സ് അല്ലെ ഇവാലുവേറ്റിംഗ് ദെയർ നീഡ്സ് അവരുടെ നീഡ്സ് കണ്ടറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടുള്ള നടപടികളെല്ലാം സ്വീകരിച്ചു കൊടുക്കുന്നതും പേഷ്യന്റ് കൗൺസിലറാണ്. ണോ?
നമുക്ക് ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കാം. Overall, the role of a patient counselor is to extend support and advocacy for patients and their families, helping them navigate the healthcare system and making sure that they receive high quality care. Okay, നമുക്കറിയാം പേഷ്യന്റ് നല്ല ഹൈ ക്വാളിറ്റി ഉള്ള കെയറോട് കൂടിയിട്ടാണ് മുന്നേറി പോയിരിക്കുന്നത് അല്ലെ. അവരെല്ലാം സ്വീകരിച്ചിരിക്കുന്നത് നല്ല 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 ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സംരക്ഷണമാണ് എന്ന് ഉറപ്പുവരുത്തുന്നു അല്ലെ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Overall, the role of a patient counselor is to extend support and advocacy for patients and their families, helping them navigate the healthcare system and making sure that they receive a high quality care. അല്ലെ, ഏറ്റവും നല്ല രോഗി സംരക്ഷണമാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക അല്ലെ. അതിലേക്കാണ് ആ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇൻ കേസ് അദ്ദേഹത്തിന് എന്താണ് പേഷ്യൻസിന് അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിന് വൈകാരികമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് എന്താണ് അവരെ നല്ലൊരു ഹൈ ക്വാളിറ്റി ഉള്ള കെയർ ആണ് കൊടുത്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക അല്ലെ. അത്തരത്തിലുള്ള പ്രധാന നടപടികൾ സ്വീകരിക്കുന്നത് നമ്മുടെ കൗൺസിലർ ആണ്. Strong communication skills, empathy, and a deep understanding of the healthcare system and service are necessary for success in this work. So, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം, ഇതൊരു വൈകാരികമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെ, അതൊക്കെ മനസ്സിലാക്കാമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അല്ലെ ഒരു നല്ലൊരു നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അവിടെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു ആശയവിനിമയം നടത്താനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. മറ്റുള്ളവരോട് ദയോടുകൂടി പെരുമാറാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. അതിന്റെ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, ഒരു നല്ല ഗാഠമായിട്ടുള്ള ഒരു അവബോധം അല്ലെ, എല്ലാവരെയും കുറിച്ചിട്ട് വരുന്ന പേഷ്യൻസിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും നല്ല നേരത്തെ കൂട്ടി ഒരു ധാരണയുണ്ടായിരിക്കണം അല്ലെ. അവർക്ക് ലീഗലി ചില കാര്യങ്ങൾ അറിയണമെന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വൈകാരികമായി സപ്പോർട്ട് ചെയ്യണം. ചിലപ്പോ എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അവർക്ക് ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല, അവർക്ക് അതിനെ കുറിച്ചുള്ള അവയർനെസ് കുറവാണ് അല്ലെ. അങ്ങനെയുള്ള പല കാര്യങ്ങളെ കുറിച്ച് നേരത്തെ കൂട്ടി മനസ്സിലാക്കി തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നോളജുകളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് എന്താണ് നമ്മുടെ പേഷ്യന്റ് കൗൺസിലർ തയ്യാറായിരിക്കേണ്ടതാണ്. സർവീസിലെ ഏത് തരത്തിലാണെങ്കിലും അവരുടെ പങ്ക്, അഡ്വക്കസിയുടെ പങ്ക്, അതായത് പേഷ്യന്റ് കൗൺസിലറിന്റെ പങ്ക് തീർച്ചയായിട്ടും നല്ല വിജയത്തിൽ എത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ജസ്റ്റ് പോയിന്റ്സുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. അതായത് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എംപതി ആൻഡ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ അവിടെ ഒരു പേഷ്യന്റ് കൗൺസിലറിന് ആവശ്യമാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ജസ്റ്റ് ആ ഹെഡിങ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നിങ്ങൾ പോയിന്റ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും.
ചെയ്യാണോ? ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? ചെയ്യാണോ? ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? ചെയ്യണം. നമുക്ക് കൺവീൻസ് ചെയ്ത് പോവാം. നമ്മളിപ്പോ കണ്ടത് നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബ് അല്ലെ, അത് തീർച്ചയായിട്ടും നമുക്കറിയാം ക്ലിനിക്കൽ ജോബിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ്. പക്ഷെ നമുക്കറിയാം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വേണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പേഷ്യന്റായിട്ട് ഡയറക്റ്റ് മിങ്കിൾ ചെയ്യുന്നവര് തീർച്ചയായിട്ടും അല്ലെ, അവര് മെഡിക്കലായിട്ട് ഫീൽഡിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവര് എന്താണ് ആ ഒരു ശുശ്രൂഷ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും അവർ ഡീൽ ചെയ്യുന്നത്. അവരവരുടെ ഡ്യൂട്ടി പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട ആ ഡ്യൂട്ടിയാണ് അവർ നിർവഹിച്ചു പോകുന്നത്. അതേസമയം എന്താണ് ഈ പറഞ്ഞ മാതിരി വൈകാരിക ബന്ധങ്ങളോ അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും അറിവ് കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കുക എന്നുള്ള പ്രത്യേക കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബ് വർക്കേഴ്സ് ആണ്. ഹോസ്പിറ്റലിലെ നോൺ ക്ലിനിക്കൽ ജോബ് വർക്കേഴ്സിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സ്കിൽസുകളെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. Basic skills required for non-clinical jobs. Okay, non-clinical staff in hospitals need a range of skills to effectively do their roles. Okay, നമുക്കറിയാം ഫലപ്രദമായിട്ടുള്ള റോളാണ് ഈ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകള് അവരുടേതായിട്ടുള്ള റേഞ്ചിൽ അല്ലെ അവരുടെ ആ ഒരു കഴിവുകള് നന്നായിട്ട് നിർവഹിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല ഫലപ്രദമായ കഴിവുകൾ കാര്യങ്ങൾ എന്ന് പറയാൻ കാരണം അവരുണ്ടായ അല്ലെ അവരുടെയും ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഒരു ഹോസ്പിറ്റലിന് നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് പേഷ്യൻസിന് വിടാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. സ്കിൽസ് ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന്റെ ഹോസ്പിറ്റൽ കൺസിസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അവർക്ക് പ്രത്യേകമായിട്ടുള്ള കുറെ കഴിവുകൾ അതുമായി ബന്ധപ്പെട്ട ആവശ്യമാണ്. അപ്പൊ ഫസ്റ്റ് വൺ പറയുന്നത് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് സ്കില്ല്, ഓർഗനൈസേഷണൽ സ്കിൽസ് ആൻഡ് ടെക്നോളജി സ്കിൽസ്, problem solving skills, confidentiality and ethics, teamwork and collaboration. Okay, ഇങ്ങനെ 10 പോയിന്റ്സുകളാണ് ഇപ്പോഴത്തെ നമുക്ക് പഠിക്കാനുള്ളത്. ജസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് അല്ലെ. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അവിടെ ആവശ്യമാണ് അല്ലെ. നമുക്കറിയാം ഒരു റിസപ്ഷനിസ്റ്റിന് മുമ്പിൽ വിവിധ ഭാഷകൾ തന്നെ കൈകാര്യം ചെയ്യാൻ റിസപ്ഷനിസ്റ്റിന് വർഷം ഉണ്ടായിരുന്നു അല്ലെ. അവരെ മുന്നിൽ പ്രതീക്ഷപ്പെടുന്ന കസ്റ്റമർ ആയിട്ടുള്ള പേഷ്യൻസ് അവരുടെ ഭാഷ ലാംഗ്വേജ് കൃത്യമായിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാനായിട്ടുള്ള പ്രത്യേക കഴിവ് വരെയും അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ നെസസറി ഫോർ എ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ടു എഫക്റ്റീവ്ലി ഇന്ററാക്ട് വിത്ത് ദ പേഷ്യൻസ്, വിസിറ്റേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ് മെമ്പേഴ്സ്. ഓക്കെ, നമുക്കറിയാം ആശയവിനിമയം നടത്തുക എന്ന് പറയുമ്പോൾ ഒരാളെ നമ്മൾ കേൾക്കാനായിട്ട് ശ്രമിക്കണം. ദെൻ അവരെ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൻസറിങ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം അല്ലെ. ഒരു ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെ, ഒരു പ്രത്യേകമായിട്ട് ഒരു ഇതൊന്നും ഇല്ലാതെ അല്ലെ ഒരു വിഭാഗം ആൾക്കാരെ മാത്രം കേൾക്കാതെ ഒരു സ്വന്തം കൂട്ടമൊക്കെ വന്ന ഒരു വിഭാഗക്കാരെ മാത്രം നമ്മൾ കേട്ട് അവരുടെ കാര്യങ്ങൾ മാത്രം റെസ്പോണ്ട് ചെയ്ത് കൊടുക്കാതെ എല്ലാവരോടും തുല്യ രീതിയോട് കൂടിയിട്ട് എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമം അല്ലെ. ആ ഒരു നല്ലൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം. എന്ത് ഭാഷ അല്ലെ, അവർക്ക് ലാംഗ്വേജ് കുറവാണെങ്കിലും അവർ ഉദ്ദേശിക്കുന്ന ആശയം എന്താണെന്നുള്ളത് മനസ്സിലാക്കി തന്നെ അവർക്ക് അല്ലെ നല്ല രീതിയിൽ മറുപടി കൊടുക്കാനായിട്ടുള്ള ഒരു സ്കില്ല് അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. ഇവിടെ പറയുന്നുണ്ട് എന്താണ്, they should be able to communicate clearly and empathetically both verbally and in writing. Okay, നമ്മള് ആശയവിനിമയം നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വ്യക്തമായ രീതിയിൽ തന്നെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ ആശയവിനിമയം നടത്തണം. ഞാൻ അവരെ എമ്പത്തറ്റിക്കലി അല്ലെ വളരെ സൗകര്യോട് കൂടിയിട്ട് അവരോട് തീർച്ചയായിട്ടും നമുക്കറിയാം രോഗികളായിട്ട് വരുന്നവര് ഭയങ്കര വികാരത്തോടു കൂടി തന്നെയായിരിക്കും വരുന്നത്. സോ എമ്പത്തറ്റിക്കലി അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് തയ്യാറാവണം. ദെൻ ബോത്ത് വെർബലി ആൻഡ് ഇൻ റൈറ്റിംഗ് അല്ലെ. തീർച്ചയായിട്ടും വെർബലി ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അല്ലെ അവര് എഴുതുമ്പോഴും അല്ലെങ്കിൽ സംസാരത്തിലും അല്ലെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെ ആൻസർ കൊടുക്കണം. ദെൻ അവർക്ക് എന്തെങ്കിലും അല്ലെ നോട്ട് കുറിച്ച് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആരെങ്കിലും ഡിസ്ക്രിപ്ഷനോ എന്തെങ്കിലും അല്ലെ അവർക്ക് എവിടെയെങ്കിലും ഒരു ലെറ്ററോ റിപ്പോർട്ടിങ് എന്തെങ്കിലുമൊക്കെ ആവശ്യകതയൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള റൈറ്റിംഗ് നോളജും അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എങ്കിൽ മാത്രമാണ് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അവിടെ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ.
ഇപ്പൊ ചോദിക്കുന്നത് പേഷ്യൻസ് ആവാം, വിസിറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ മറ്റു സ്റ്റാഫുകളാവാം. അവര് എന്താണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള മറുപടി കൊടുക്കാനായിട്ടുള്ള ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയ ഒരു സ്കില്ല് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കസ്റ്റമർ സർവീസ് സ്കിൽസ്. എന്താണ് കസ്റ്റമർ സർവീസ് സ്കിൽസ് എന്ന് പറയുന്നത്? അതായത് വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നതാണ് ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കസ്റ്റമർ അല്ലെ. അപ്പോ അവിടെ ആ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും അല്ലെ നമ്മള് ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് അഡീഷണൽ ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം. ഇത് ഫ്രണ്ട് ഓഫീസില് റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കേണ്ട കുറെ ഗുണങ്ങളിലെല്ലാം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കസ്റ്റമർ സർവീസ് സ്കില്ല് ഇതൊക്കെ ഫ്രണ്ട് ഓഫീസില് ഡിസ്കസ് ചെയ്തിട്ടില്ലേ? പറഞ്ഞുപോയോ? ഉണ്ട്. അപ്പോ അത്തരത്തിലുള്ള അതായത് നമുക്കറിയാം ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബ് തന്നെയാണ്, ജോബ് വർക്കേഴ്സ് ആണ് അവര്. സോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്കില്ലുകൾ തന്നെയാണ് ഇതില്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് പറയുന്നത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ആക്ട് ആസ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് ഫോർ പേഷ്യന്റ് ആൻഡ് വിസിറ്റേഴ്സ്. നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകളാണ് ആദ്യം തന്നെ പേഷ്യൻസിനെ വെൽക്കം ചെയ്ത് സ്വീകരിക്കുന്നവര്. അവരായിട്ടാണ് ഫസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. They should maintain excellent customer service skills, which includes the ability to be calm and composed in difficult situation, handle inquiries and compliance, and provide a positive and welcoming environment. Okay. നമുക്കറിയാം നമ്മുടെ മുമ്പിൽ വരുന്ന പ്രത്യക്ഷപ്പെടുന്ന ഏത് വിസിറ്റേഴ്സ് ആണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും അവരെ ആദ്യം തന്നെ നമ്മൾ വെൽക്കം ചെയ്ത് അവരെ റിസീവ് ചെയ്യണം അല്ലെ. അവര് എന്താണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ചിട്ട് അവർക്ക് മറുപടികൾ കൊടുക്കണം. അതായത് അവര് ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ആണെങ്കിലും അത് തരണം ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കാനായിട്ട് സാധിക്കണം. ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് പരിഹരിക്കാനായിട്ടുള്ള ശ്രമം നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നല്ലൊരു എക്സലന്റ് കസ്റ്റമർ സർവീസസ് അല്ലെ ഉള്ള ഒരു സ്ഥാപനമാണ് അല്ലെ, ഒരു ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥാപനമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അല്ലെ. നമ്മൾ വരുന്ന പേഷ്യൻസ് ആദ്യം തന്നെ അറ്റൻഡ് ചെയ്യുന്നത് നമുക്കറിയാം നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ജോബേഴ്സിന്റെ ഇടയിലായതുകൊണ്ട് തന്നെ അവരായിരിക്കും ബെസ്റ്റ് ഇംപ്രഷൻ അവർക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ ഇന്ന സൗകര്യങ്ങളുണ്ട്, നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, നല്ല സേവനമാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അവർ തന്നെയാണ്. സോ അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ബെസ്റ്റ് കസ്റ്റമർ സർവീസ് സ്കില്ല് അവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവരെ അങ്ങനെ അട്രാക്ട് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ നല്ല രീതിയിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഓർഗനൈസേഷണൽ സ്കിൽസ്. എന്താണ് ഓർഗനൈസേഷണൽ സ്കിൽസ് എന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ ആർ ഫാസ്റ്റ് പേസ്ഡ് എൻവയൺമെന്റ്സ് വിത്ത് എ ലോട്ട് ഓഫ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ ആ എൻവയൺമെന്റിനനുസരിച്ചിട്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവിടെ നിലകൊള്ളുന്നുണ്ട്. ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഒരു സ്കില്ല്, സംഘടിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു സ്കില്ല് അവിടെ ആവശ്യമാണ്. Non-clinical staff should have strong organizational skills to manage their workload, priorities, tasks, and meet deadlines. Okay, നമുക്കറിയാം ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഒരു കാര്യം തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെ അദ്ദേഹത്തിന് ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടാവും. അതേമാതിരി തന്നെ ഫ്രണ്ടിൽ വരുന്ന കസ്റ്റമേഴ്സിന് അവരുടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇൻഫോർമേഷൻസ് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടാവും. വേറെ അല്ലെ അവിടെ കോവർക്കേഴ്സ് അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ആൻസറിംഗ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടാവാം. ചിലപ്പോൾ അതിന് ഇടയിലായിരിക്കും അല്ലെ ഒരു അർജന്റ് കേസുകളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ അവിടെ എന്താണ് വെച്ച് ചെയ്യുന്നത് അവർക്ക് പ്രയോറിറ്റീസ് കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ അതിന് മുൻഗണന കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ എല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടത് വരും. ഇങ്ങനെ ഇത്തരത്തിലുള്ള വിവിധങ്ങളായ ടാസ്കുകൾ അവർ കൈകാര്യം ചെയ്ത് പോകേണ്ടതുണ്ടാവും. അങ്ങനെ വിവിധങ്ങളായ ടാസ്കുകൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തിനാണോ മുൻഗണന കൊടുക്കേണ്ടത് അല്ലെ ആ മുൻഗണന കൊടുക്കേണ്ടതനുസരിച്ചിട്ട് തന്നെ പ്രിഫറൻസ് കൊടുക്കേണ്ടതനുസരിച്ചിട്ട് തന്നെ മുൻഗണന കൊടുത്തിട്ട് ആ ഡ്യൂട്ടികൾ അവര് നിർവഹിക്കേണ്ടതായിട്ടും വരും അല്ലെ. അത് സമയത്തിനുള്ളിൽ തന്നെ അത്തരത്തിലുള്ള വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും. സോ ഓർഗനൈസേഷൻ സ്കില്ലും അല്ലെ ഇവർക്ക്
പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഓക്കെയല്ലേ? അങ്ങനെ ഉണ്ടാവില്ലേ റിസപ്ഷനിസ്റ്റിന്റെ ഇടയില് പല ഡ്യൂട്ടികള് ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യുന്നത് കാണാൻ സാധിക്കാറില്ലേ? ചിലപ്പോ ശരിക്കും ഇങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെ? കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവാറല്ലോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അല്ലെ? അപ്പൊ വിവിധങ്ങളായിട്ടുള്ള രീതിയിൽ അവരെ അങ്ങനെ സംഘടിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട്, അല്ലെ? അന്ന് പ്രയോറിറ്റി കൊടുക്കേണ്ട സ്ഥാനത്ത് പ്രയോറിറ്റി കൊടുക്കുകയും വേണം, സമയത്തിനുള്ളിൽ ചെയ്തിരിക്കേണ്ട ജോലികളൊക്കെ സമയത്തിന് ചെയ്തിരിക്കേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ അതനുസരിച്ചിട്ട് മൂവ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു പ്രത്യേക സ്കില്ല് ആർക്കുണ്ടായിരിക്കണം? ക്ലിനിക്കലായിട്ടുള്ള ജോബ് വർക്കേഴ്സിന് ഉണ്ടായിരിക്കണം. നമുക്ക് പറയാതെ തന്നെ അറിയാം, ടെക്നോളജി സ്കില്ല്, ഇപ്പൊ ടെക്നോളജിയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോ നമുക്കറിയാം, അല്ലെ, പുതിയ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജിക്ക് അനുസരിച്ചിട്ട് തന്നെ നോളജ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും, വരില്ലേ? ഓക്കെ, നോക്കാം. പ്രൊഫിഷ്യൻസി ഇൻ യൂസിങ് ഡിഫറെന്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റംസ് and other healthcare technology is vital for a non-clinical staff. So നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള സ്റ്റാഫിന് എന്താണ് ടെക്നോളജി, അല്ലെ, അവിടെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ, അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോഴെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റത്തിന് തന്നെ ചില അപ്ഡേഷൻസ് ഒക്കെ വേരിയേഷൻസ് ഒക്കെ വരുത്തുന്നുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള നോളജ് അവര്, അല്ലെ, അപ്ഡേറ്റ് ചെയ്തുള്ള നോളജ് അനുസരിച്ചിട്ട് തന്നെ അവര് അവിടെയുള്ള സ്കില്ലുകൾ, അവരവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തിരിക്കേണ്ടതാണ്. They should be comfortable with the technology and willing to learn new systems are required. Okay, അതായത് പുതിയ സിസ്റ്റംസ് അല്ലെ അവിടെ ആവശ്യമുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് അനുസരിച്ചിട്ടുള്ള ടെക്നോളജി, അല്ലെ, അത് കംഫർട്ടബിൾ ആയിട്ട് തന്നെ സൗകര്യപ്രദമായ രീതിയിൽ അത് കൈകാര്യം ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള, അല്ലെ, ലേണിംഗ്, അതനുസരിച്ചിട്ടുള്ള അറിവുകൾ അവരെ സ്വന്തമാക്കേണ്ടതുണ്ട്. അതനുസരിച്ചിട്ട് അവിടെയുള്ള ക്ലിനിക്കൽ ജോബ് വർക്കേഴ്സ് അതിന് തയ്യാറാവേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പൊ ടെക്നോളജി സ്കില്ലും അവർക്ക് ആവശ്യമാണ്, നേരത്തെ പറഞ്ഞ ഓർഗനൈസേഷൻ സ്കിൽസ് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞു പോയത്? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കസ്റ്റമർ സർവീസ് സ്കിൽസ്. ഓക്കെ, റിസപ്ഷനിസ്റ്റിന്റെ കുറെ സ്കില്ലുകളൊക്കെ ഓർത്ത് വെച്ചാൽ മതി. അത് തന്നെയാണ് നമ്മളെ എടുത്ത് പറയേണ്ടതായിട്ട് വരുന്നത്. Okay, then problem solving skills. Problem solving skills. The non-clinical staff may face various challenges and problems while executing their duties. Okay, അവരവരുടെ ഡ്യൂട്ടി നിർവഹണത്തിനിടയ്ക്ക് വ്യത്യസ്ത തരത്തിലുള്ള ചലഞ്ചിങ് കാര്യങ്ങളൊക്കെ, അല്ലെ, നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ ചലഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വെല്ലുവിളികളെ അവിടെ നേരിടേണ്ടതായിട്ട് വരും, അല്ലെ? നോൺ ക്ലിനിക്കലായിട്ടുള്ള വെല്ലുവിളികളെ നേരിടേണ്ടതായിട്ട് വരും എന്ന് പറയാൻ കാരണം അവിടെ എന്താണ്, തീർച്ചയായിട്ടും എക്സിക്യൂട്ടീവ് പവറിലൊക്കെ അവര് ഡ്യൂട്ടി ചെയ്യുന്നതിന്റെ ഉറപ്പായിരിക്കും ചിലപ്പോ വരുന്ന പേഷ്യൻസ് ഒക്കെ വളരെ, അല്ലെ, ഉറപ്പായിട്ടുള്ള രീതിയിലൊക്കെ അവരോട് പെരുമാറുന്നത്. പക്ഷെ അവരോട്, അല്ലെ, വിനയത്തോടും അവരെ ഉൾക്കൊള്ളാനൊക്കെ ആയിട്ടുള്ള മനസ്സുകളൊക്കെ ചിലപ്പോൾ ചേഞ്ച് ചെയ്ത് അവരോട് അഡ്ജസ്റ്റ്മെന്റ് അപ്രോച്ച് നിലപാടുകളൊക്കെ എടുക്കേണ്ടതൊക്കെ ഉണ്ട്, അല്ലെ? The ability to think critically evaluate the situation and find adequate solutions is valuable in ensuring smooth operations and addressing issues promptly. Okay, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു സിറ്റുവേഷനും ഇവാലുവേറ്റ് ചെയ്യുന്നു, അല്ലെ, വിലയിരുത്തണം. ഒരിക്കലും ഒരു നിശ്ചിത കാഴ്ചപ്പാടോട് കൂടിയിട്ട് നമുക്കത്, അല്ലെ, മുന്നോട്ട് പോകാനൊരു സാധ്യതയില്ല. എന്താണോ സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വിലയിരുത്തിയിട്ട് അതിന് മതിയായ രീതിയിലുള്ള സൊല്യൂഷൻസ്, അല്ലെ, തീർച്ചയായിട്ടും ഒരു വാല്യബിൾ ആയ ഒരു സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, അല്ലെ, മൂല്യവർദ്ധിതമായിട്ടുള്ള സൊല്യൂഷനാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അത് തന്നെയാണ് നമ്മുടെ ക്ലിനിക്കൽ സ്റ്റാഫുകളാണ്. സോ ഏതൊരു ചലഞ്ചസ് വന്നാലും, അല്ലെ, ചിലപ്പോഴെങ്കിൽ അവര് റഫായിട്ട് പെരുമാറുന്നുണ്ടാവാം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള, അല്ലെ, ടൈം ലാഗിങ് എന്തെങ്കിലുമൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അവർ ഷൗട്ട് ചെയ്യുന്നുണ്ടാവാം, അല്ലെ? അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലെല്ലാം തന്നെ ആ സിറ്റുവേഷൻസ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവരോടൊപ്പം അന്ന് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് നിയമ നടപടികളൊക്കെ സ്വീകരിച്ച് മുന്നേറേണ്ടതായിട്ട്. ഓക്കെ,
നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്. എന്തായിരിക്കും കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്? പേഷ്യൻസ് കൊടുക്കുന്ന ഡാറ്റാസ് എങ്ങനെയായിട്ട് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും? പേഷ്യൻസ് ഒരുപാട് ഇൻഫോർമേഷൻസ് ഒക്കെ സീക്രട്ട് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ കോൺഫിഡൻഷ്യാലിറ്റി. അവരുടെ തീർച്ചയായിട്ടും രഹസ്യമായിട്ട് തന്നെ അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ട് തന്നെ അത് സൂക്ഷിക്കേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമാണ് ആ ഒരു കോൺഫിഡൻസ് മീൻസ് ആ ഒരു വിശ്വസ്തത അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട്, കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന ആ വിശ്വസ്തത നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, നോക്കാം. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓഫൻ ഹാവ് എൻട്രി ടു സെൻസിറ്റീവ് പേഷ്യന്റ് ഇൻഫോർമേഷൻ. ഓക്കെ, അവിടെ അല്ലെ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. Then it is necessary for them to understand and stick to confidentiality and ethical standards, keeping patients' privacy and protecting confidential data. ഓക്കെ, നമുക്കറിയാം അവിടെ എന്താണ് നല്ല രീതിയിൽ തന്നെ അത് മനസ്സിലാക്കിയെടുക്കുക. അവര് വൈകാരികമായിട്ടുള്ള കുറെ മെഡിക്കൽ ഹിസ്റ്ററീസ് ഒക്കെ ചിലപ്പോൾ ഷെയർ ചെയ്യുന്നവരും അതെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് അത് വിശ്വസ്താപൂർവ്വം തന്നെ അത് കീപ്പ് ചെയ്യുക. ധാർമ്മികമായ മൂല്യങ്ങളെല്ലാം തന്നെ അവിടെ പേഷ്യൻസിനോട് കാണിക്കേണ്ടതായിട്ട് വരും. കീപ്പിംഗ് പേഷ്യൻസ് പ്രൈവസി ആൻഡ് പ്രൊട്ടക്ടിങ് കോൺഫിഡൻഷ്യൽ ഡാറ്റ. അവരോടൊക്കെ പേഷ്യൻസിനോട് അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പ്രൈവസി അല്ലെ ഒരു രീതിയിൽ തന്നെ ഇൻഫോർമേഷൻസ് കാത്തു സൂക്ഷിച്ച് അവരുടെ ഡാറ്റകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഒരു സംരക്ഷണം ഏർപ്പെടുത്തി വേണ്ടി മുന്നേറാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതായത് തേർഡ് പാർട്ടീസിനൊന്നും അല്ലെ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും വായിച്ചെടുക്കാൻ തക്ക വിധത്തിലുള്ള ഒരു രീതി ഫോളോ ചെയ്യാതെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. പോരടിക്കുന്നുണ്ടോ? ഇനി ഒരു 3 പോയിന്റ് കൂടെ ഉള്ളൂ, നമുക്ക് നോക്കാം. ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ അല്ലെ. അവിടെ ഹോസ്പിറ്റലാണ് ഇന്റർഡിസിപ്ലിനറി സെറ്റിംഗ് പാറ്റേൺ കൊളാബറേഷൻ എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് സ്റ്റാഫ് മെമ്പേഴ്സ്. ഓക്കെ, നമുക്കറിയാം വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നേറേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവിടെ നല്ലൊരു അച്ചടക്കം കാത്തു സൂക്ഷിക്കേണ്ടതാണ് അല്ലെ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ബി ഏബിൾ ടു വർക്ക് just a right.
ഇപ്പൊ നമുക്ക് നോക്കാം. ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ നമ്മൾ കണ്ടു. എന്താണ് ഒന്നിച്ച് അല്ലെ, ഒറ്റക്കെട്ടായിട്ട് നമ്മൾ വർക്കുകൾ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കണം അല്ലെ. എപ്പോഴും നമുക്കറിയാം ഒരു റിസപ്ഷനിസ്റ്റിന്റെ സേവനം തുടങ്ങി നമുക്ക് അല്ലെ ഫ്രണ്ട് ഓഫീസ് തുടങ്ങി ബാക്ക് ഓഫീസ് വരെയുള്ള ഒരു അല്ലെ എല്ലാ തലങ്ങളിലൂടെയും പേഷ്യന്റ് കവർ ചെയ്തു പോകും. സോ അവരെ എല്ലാം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള നല്ല സേവനങ്ങൾ പേഷ്യൻസിന് ലഭ്യമാക്കി കൊടുക്കണം അല്ലെ. Non-clinical staff should be able to work in an effective manner as part of a team, communicate and coordinate with the colleges and provide a positive work environment അല്ലെ. Non-clinical staff എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവർ നല്ല എഫക്റ്റീവ് ആയിട്ട് അല്ലെ ഫലപ്രദമായ രീതിയിൽ തന്നെ വർക്ക് ചെയ്യണം, ഒരു ടീമായിട്ട് തന്നെ വർക്ക് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കോർഡിനേറ്റ് വിത്ത് കോളേജസ് നമുക്കറിയാം അല്ലെ. പരസ്പരം ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് അല്ലെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സ്കാനിങ് സെന്ററിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ ഡോക്ടർ അല്ലെ ഒരു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ ആയിരിക്കും എവിടെയാണെങ്കിലും അവിടെ നമ്മൾ കൗൺസിലറും അവിടെ നമ്മുടെ സേവനങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സഹപ്രവർത്തകരൊക്കെ ആയിട്ട് നല്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ സാധ്യമാക്കിയാൽ മാത്രമാണ് പേഷ്യന്റിന് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മറ്റൊരായിട്ട് പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് അല്ലെ, എപ്പോഴും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ നല്ല രീതിയിലുള്ള സേവനം ലഭ്യമാക്കുന്ന ഒരു എൻവയോൺമെന്റ് അല്ലെ ഒരു സ്ഥിതിവിശേഷം പേഷ്യന്റിന് ലഭ്യമാക്കി കൊടുക്കാനായിട്ട് ഒരു ടീം വർക്ക് ആയിട്ട് തന്നെയായിരിക്കണം നമുക്ക് ക്ലിനിക്കൽ സ്റ്റാഫ് വർദ്ധിക്കേണ്ടത്. ഓക്കെ, നമുക്ക് അഡാപ്റ്റബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെ അപ്രോച്ച് സ്വീകരിക്കുക എന്നുള്ളതാണ്. The healthcare industry is എന്താണ് continually evolving and non-clinical staff should be adjustable to change in the procedures, policies and technology. Okay, നമുക്കറിയാം the healthcare industry is continually evolving and non-clinical staff should be adjustable to change in procedures, policies and technology. തീർച്ചയായിട്ടും ആ ടെക്നോളജിയും പോളിസികളും അല്ലെങ്കിൽ അല്ലെ നിയമങ്ങൾ അല്ലെങ്കിൽ നയങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങളെല്ലാം തന്നെ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ വേണമെങ്കിലും അല്ലെ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് അല്ലെ ചില കാര്യങ്ങളെല്ലാം തന്നെ ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. ഒരു കുട്ടിയെ ചിലപ്പോൾ വേണമെങ്കിൽ ഒത്തിരി സ്പീഡിൽ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ടാവും. അങ്ങനെയൊക്കെ ചിലപ്പോ അല്ലെ ചില ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടുന്നത് പെട്ടെന്ന് അല്ലെ സ്പീഡിലാക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടുള്ള ഒരു സ്പീഡിങ് കപ്പാസിറ്റി ചിലപ്പോൾ കാണിക്കേണ്ടതായിട്ട് വരും അല്ലെ. എന്തിനും പ്രൊസീജിയേഴ്സിലെ അല്ലെ നയങ്ങളിലെല്ലാം അവരോട് ചേർന്ന വിധത്തിലുള്ള രീതിയിൽ വർദ്ധിക്കാനായിട്ട് നോൺ-ക്ലിനിക്കൽ സ്റ്റാഫുകൾ തയ്യാറാകേണ്ടതുണ്ട്. Then they should be open to adaptability means adjustments എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അതിനോട് വഴങ്ങി പോവുക, വാസ്തവമാക്കുക എന്നൊക്കെ ഉള്ളതാണ്. Okay. Then they should be open to learning new skills and approach to remain updated in their roles. Okay, നമ്മൾ അല്ലെ പുതിയ സ്കില്ലും അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന വിധത്തിൽ അപ്ഡേഷൻ ഒക്കെ നേടി തന്നെ അല്ലെ അത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ സ്പീഡപ്പ് ആവാനായിരിക്കാം ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ കാമൺ ആയിട്ടില്ല, ചിലപ്പോൾ അല്ലെ പേഷ്യൻസിനോടൊക്കെ അഡ്ജസ്റ്റബിൾ ആവാന്ന് പറയുന്നത് എന്താ പ്രധാനമായിട്ടും അവരുടെ വൈകാരികത്തോടുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും അല്ലെ. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളേണ്ടതായിട്ട് വരും. പുതിയ സ്കില്ല് നോളജ് ഒക്കെ പഠിക്കേണ്ടതായിട്ട് വരും. അതനുസരിച്ചിട്ടുള്ള വഴക്കങ്ങളെല്ലാം നോൺ-ക്ലിനിക്കൽ സ്റ്റാഫുകൾ നേടിയെടുക്കേണ്ടതാണ്. നമുക്ക് നെക്സ്റ്റ് പറയുന്നത് എംപതി ആൻഡ് കമ്പാഷൻ. നമുക്കറിയാവുന്ന കാര്യമാണ്. ഓൾസോ നോൺ-ക്ലിനിക്കൽ സ്റ്റാഫ് may not give a direct medical care. They often interact with the patients who may be in a difficulty or facing challenging situations. Okay. അറിയാം നോൺ-ക്ലിനിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകൾ ഡയറക്റ്റ് ആയിട്ട് മെഡിക്കൽ കെയറിൽ അല്ലെ വരുന്നില്ല. അത് തീർച്ചയായിട്ടും ഡയറക്റ്റ് ആയിട്ട് ഇൻ കേസ് എന്താണ് നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകൾ മേ നോട്ട് ഗീവ് ഡയറക്റ്റ് മെഡിക്കൽ കെയർ അല്ലെ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ ഏർപ്പെടുന്നില്ല. പക്ഷെ പേഷ്യന്റിന്റേതായിട്ടുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളിലൊക്കെ അവർ ഏർപ്പെടുന്നുണ്ട്. They often interact with the patients who may be in difficulty or facing challenging situations. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ചില വെല്ലുവിളികൾ അല്ലെ നമ്മള് വൈകാരികമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ അല്ലെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് അൺവെൽ ആയിട്ടുള്ള പേഴ്സൺസ് ആണ് ഹോസ്പിറ്റലിൽ എത്തുന്നത് അല്ലെ. അപ്പൊ അവര് ചിലപ്പോൾ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും, ചിലപ്പോൾ വളരെ അല്ലെ പെയിൻഫുൾ ആയിട്ടായിരിക്കും അവർ വരുന്നത്. അവരോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് അവരുടെ അതിനുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവാം. Demonstrating empathy, sympathy and sensitivity
towards the patient's requirements and emotions is necessary for providing a supportive environment. Okay, നമുക്കറിയാം സപ്പോർട്ടീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് കെട്ടിപ്പടുക്കുക എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കരുണയോ ദയയോ അല്ലെ എളിമയോട് കൂടിയിട്ട് അവരെ കേൾക്കാൻ അല്ലെങ്കിൽ അവരുടെ വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അല്ലെ സെൻസിറ്റിവിറ്റിയിൽ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അവരോട് ഇടപെടുത്താനൊക്കെ ആയിട്ടുള്ള സമീപനങ്ങളൊക്കെ കാഴ്ചവെക്കേണ്ടതും പ്രധാനപ്പെട്ട ഒരു കഴിവ് തന്നെയാണ്. ഓക്കെയാണോ? നമുക്ക് ലാസ്റ്റ് പോയിന്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ വഴി കൊണ്ടുവരാൻ കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വായിച്ചിട്ട് വരാൻ തന്നെ ശ്രമിക്കാട്ടോ. അടുത്ത ക്ലാസ്സിലും ഇതിന്റെ ഡൗട്ട് എന്തെങ്കിലും ക്ലിയർ ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ ഇന്നത്തെ ക്ലാസ്? നെക്സ്റ്റ് ക്ലാസ് വരാം.